ഇന്ന് നമുക്ക് പ്രാവിൻകൂട് ഷാപ്പ് എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഷാപ്പിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടപ്പെട്ട ഷാപ്പുടമ, ആ കേസ് അന്വേഷിക്കുവാനായി എത്തുന്ന SI, പിന്നീട് ചുരുളഴിയുന്നത് വലിയ വലിയ സത്യങ്ങളും. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഷാപ്പാണ്. അതിനുള്ളിൽ ആത്മഹത്യ ശ്രമിക്കുകയാണ് ആരോ ഒരാൾ. അതിക്ക് കഴിഞ്ഞ് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് പുതുതായി ജോയിൻ ചെയ്യാനായിട്ടെത്തുന്ന SI സന്തോഷിനെയാണ്. CI ആണെങ്കിൽ അപ്പോൾ പ്രതികളെയൊക്കെ ഇടിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കണ്ട സന്തോഷ് ചിന്തിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇടിച്ചു പിഴിഞ്ഞാണോ ചോദ്യം ചെയ്യുന്നത്? അതിനൊക്കെ കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള ടെക്നിക്കൊക്കെ ഉണ്ട്, അതുവഴി എല്ലാ സത്യവും മനസ്സിലാക്കണമെന്നൊക്കെ സന്തോഷ് ചിന്തിക്കും. സന്തോഷിനെ കണ്ട CI ആണെങ്കിൽ, നീ കേസ് തെളിയിക്കുന്നതിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം സത്യമാണോന്ന് ചോദിക്കുമ്പോൾ, അതെ സാർ, ഞാൻ എല്ലാ കേസും സയന്റിഫിക് ആയിട്ടാണ് തെളിയിക്കുന്നത്, അല്ലാതെ ഇടിച്ചു പിഴിഞ്ഞൊന്നുമല്ല എന്നും സന്തോഷ് പറയുന്നു. അത് കേട്ട CI പറയുന്നത്, എന്നാൽ ശരി, ഒരു കാര്യം ചെയ്, നീ എന്തായാലും ആ ഒരു ഷാപ്പിലെ കേസ് നീ സയന്റിഫിക് ആയിട്ടൊന്ന് തെളിയിക്കുവാനായിട്ട് പറയുന്നു. ആ ഷാപ്പിലെ കേസ് ഏതെന്നാൽ, സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചല്ലോ, ഒരാളാണെങ്കിൽ ഒരു ഷാപ്പിനുള്ളിൽ ആത്മഹത്യ ചെയ്തത്. ആ കേസ് തന്നെയാണ് ഇപ്പോൾ സന്തോഷിന് കിട്ടിയിരിക്കുന്നതും. എന്നാൽ അത് കേട്ട് സന്തോഷ് പറയുന്നത്, അയ്യോ സാർ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഷാപ്പെന്ന് പറയുന്നത് വല്ലാത്ത പ്രശ്നമാ. എന്റെ അച്ഛനാണെങ്കിൽ വലിയ കുടിയനായിരുന്നു, അത് കാരണം എന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. അതിൽ പിന്നെ എനിക്ക് കള്ളിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ മുട്ടും, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ CI പറയുന്നത്, ഇത് ACP ഏൽപ്പിച്ച കേസാ, എന്തായാലും നീ ഇത് ചെയ്തേ പറ്റൂവെന്നും സന്തോഷിനോട് പറയുന്നു. സന്തോഷ് ആകെ പണി കിട്ടിയ അവസ്ഥ, കേസ് അന്വേഷിച്ചല്ലേ പറ്റൂ. അങ്ങനെ സന്തോഷ് കേസ് അന്വേഷിക്കുവാനായും തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ ആ ഷാപ്പിൽ മരിച്ചത് ആരെന്നാൽ, ഷാപ്പിന്റെ ഓണറായ ബാബു ആയിരുന്നു. ബാബുവിന് കുറച്ച് ഹൈറ്റും വെയിറ്റും ഗുണ്ടായുസവും ഒക്കെ കയ്യിലുള്ളതിനാൽ ഒറ്റയാൻ ബാബു എന്നാണ് ബാബു അറിയപ്പെടുന്നതും. എല്ലാവർക്കും ബാബുവിനെ കുറിച്ച് പേടിയാണ്. ബാബു ആത്മഹത്യ ചെയ്ത ദിവസം ആരൊക്കെ ആ ബാറിലുണ്ടായിരുന്നോ എല്ലാവരെയും സന്തോഷ് ചോദ്യം ചെയ്യും. സന്തോഷ് പറഞ്ഞതൊക്കെ ശരിയാണ്, ഇടിച്ചു പിഴിഞ്ഞൊന്നുമല്ല സന്തോഷ് എല്ലാവരും ചോദ്യം ചെയ്യുന്നത്, സയന്റിഫിക് ആയിട്ട് തന്നെയാണ്. എങ്ങനെയെന്നാൽ, സന്തോഷിന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് അവന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ ഈ സന്തോഷ് തെളിയിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിലാണ് ദേ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുവാനായും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അന്നേ ദിവസം ആ ബാറിലുണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യുവാനായിട്ട് സന്തോഷ് തീരുമാനിച്ചല്ലോ. ആദ്യമായി വിളിച്ചത് സുനിൽ എന്നൊരാളിനെയാണ്. ഈ സുനിലിന് കുറച്ച് കഷണ്ടി തലയൊക്കെയുണ്ട്. സുനിലിനെ കണ്ട ഉടനെ തന്നെ സന്തോഷ് ചോദിക്കും, നിങ്ങൾ ഒരു പട്ടാളക്കാരനല്ലേ? അത് കേട്ട് സുനിൽ, അതേ സാർ, ഞാൻ പട്ടാളക്കാരനാണെന്ന് പറയുന്നു. സുനിലും ഞെട്ടിപ്പോവുകയാണ്. കാരണം തന്നെ ആദ്യമായിട്ടാണല്ലോ ഇപ്പോൾ സന്തോഷ് കാണുന്നത്. എന്നിട്ട് ആദ്യ കാഴ്ചയിൽ തന്നെ താനൊരു ജവാനാണെന്ന് സന്തോഷ് മനസ്സിലാക്കിയതിൽ ഞെട്ടിയിരിക്കുകയാണ് സുനിൽ. സുനിൽ ഒരു CRPF ജവാനായിരുന്നു. റിട്ടയർഡ് ആയതിൽ പിന്നെ സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുകയാണ്. സുനിലിനോട് സന്തോഷ് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ബോഡി കണ്ടത്? അന്നേ ദിവസം ഷാപ്പിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അന്നേ ദിവസം ഷാപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് സുനിൽ പറയുകയാണ്. ഇവരെല്ലാവരും മദ്യപിച്ചിട്ട് ചീട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ രണ്ട് വൃദ്ധരായിട്ടുള്ള തുപ്രൻ, പൈലി എന്നിങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും മദ്യപിച്ച് തമ്മിൽ തല്ലുവാനായി തുടങ്ങി. എന്നും ആ ഷാപ്പിൽ നടക്കുന്ന സ്ഥിരം പരിപാടിയായതിനാൽ ആരും തന്നെ മൈൻഡ് ചെയ്തേയില്ല. അങ്ങോട്ടങ്ങനെ മാറി നിന്ന് തല്ലുകൂട് എന്നാണ് മിക്കുള്ളവരും പറയുന്നതും. അങ്ങനെ തുപ്രനും പൈലിയും മാറി നിന്ന് തല്ലുകൂടി ദേ അവസാനം വന്നെത്തിയത് ഈ ബാബുവിന്റെ കാൽച്ചുവട്ടിലായിരുന്നു. ബാബു തൂങ്ങി നിൽക്കുകയല്ലേ. അത് കണ്ട് തുപ്രനും പൈലിയും ബഹളം വയ്ക്കും. അപ്പോൾ എല്ലാവരും ഓടിക്കൂടുകയാണ്. അങ്ങനെയാണ് ഈ ബാബു ആത്മഹത്യ ചെയ്ത് നിൽക്കുന്നത് അവർ കണ്ട കാര്യവും സുനിൽ പറയുന്നത്. അതിനുശേഷം സന്തോഷ് ചോദ്യം ചെയ്യുന്നത് അന്നേ ദിവസം ഷാപ്പിലുണ്ടായിരുന്ന കുട്ടാപ്പു എന്നൊരു പയ്യനെയാണ്. കുട്ടാപ്പുവിനോട് ചോദിക്കും, നിനക്ക് ഏകദേശം 25 വയസ്സ്, നീ ഒരു ഡ്രൈവറാണ്, കള്ളുകുടി ഉൾപ്പെടെ എല്ലാവിധ പരിപാടിയും നിന്റെ കയ്യിലുണ്ട്, അടിപിടി കേസിലൊരു പ്രതിയല്ലേ നീ എന്നൊക്കെ സന്തോഷ് ചോദിക്കുമ്പോൾ അതിനെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടാപ്പു. കാരണം എന്തെന്നാൽ, സന്തോഷ് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. സന്തോഷിന് ആദ്യ കാഴ്ചയിൽ തന്നെ കുട്ടാപ്പുവിനെ കണ്ടപ്പോൾ അവന്റെ എല്ലാ സ്വഭാവവും മനസ്സിലായിരിക്കുന്നു. കുട്ടാപ്പുവിനോട് സന്തോഷ് ചോദിക്കും, ഈ സംഭവം നടക്കുമ്പോൾ നീ നിന്റെ കൂട്ടുകാരും അപ്പുറത്തിരുന്ന് മദ്യപിക്കുകയല്ലായിരുന്നു എന്ന് സന്തോഷ് ചോദിക്കുന്നു. സംഭവം ശരിയായിരുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ബാബു ആത്മഹത്യ ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ. അങ്ങനെ ബാബുവിനെ ആണെങ്കിൽ അഴിച്ചിറക്കുകയാണ്. അഴിച്ചിറക്കിയത് സുനിയും. എന്നാൽ സുനിയാണെങ്കിൽ CPR ഒക്കെ കൊടുക്കുവാൻ നോക്കുന്നു. എന്നിട്ട് കഴുത്തിൽ കൈവച്ച് നോക്കുന്ന സമയത്ത് ബാബുവിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇനി ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ബാബു മരിച്ചു, എത്രയും വേഗം പോലീസിൽ അറിയിക്കണമെന്നും സുനി പറഞ്ഞു. അതാണ് അവിടെ നടന്നതും.
അതിനുശേഷം അന്നേ ദിവസം ഷാപ്പിലുണ്ടായിരുന്ന സിലോൺ എന്ന ആളിനെ ചോദ്യം ചെയ്യും. നിന്റെ പേരെന്താടാ സിലോൺ എന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് എന്റെ യഥാർത്ഥ പേര് രാമകൃഷ്ണൻ എന്നാ. 10-15 വർഷം സിലോണിലായിരുന്നതിനാൽ എല്ലാവരും എന്നെ സിലോൺ മാമൻ എന്നാ വിളിക്കുന്നത്. അതാ എന്നും സിലോൺ പറയുന്നു. അത്രയും നേരം എല്ലാം കേട്ടുകൊണ്ടിരുന്ന സന്തോഷ് ചോദിക്കും, ഈ ബാബുവിനെ എന്തിനാ ഒറ്റയാനെന്ന് വിളിക്കുന്നത്? അപ്പോൾ സിലോൺ മാമൻ പറയും, കൂട്ടത്തോടെ വരുന്നവരെ നമുക്ക് പേടിക്കണ്ട സാറേ, പക്ഷേ അതുപോലെയല്ല കാടിളകി വരുന്ന ഒറ്റയാൻ, അവനെ നമ്മൾ പേടിക്കണം. അതുപോലെയാ ഈ ബാബുവിന് ആരെയും പേടിയില്ല, അവനൊരു ഒറ്റയാൻ കൊമ്പൻ തന്നെയാണെന്നും സിലോൺ മാമൻ പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഷാപ്പാണ്. ഷാപ്പിൽ എല്ലാവരും നിൽക്കുന്നുണ്ട്. ആ ബാബു മരിച്ച അതേ ദിവസമാണ് ഫ്ലാഷ് ബാക്ക് ആയി കാണിക്കുന്നതും. ഷാപ്പ് അടിച്ചു കഴിഞ്ഞാലും 11 മണിവരെ അവരെല്ലാവരും അവിടെ ഇരുന്ന് ചീട്ട് കളിക്കുകയും മദ്യപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഷാപ്പ് അടച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ബാക്കിലത്തെ വാതിലും ഫ്രണ്ടിലത്തെ വാതിലും ഈ സുനി അടച്ചിരുന്നു. അടച്ചതിന്റെ താക്കോലാണെങ്കിൽ മേശപ്പുറത്ത് ഞാൻ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അപ്പോൾ നമ്മളുടെ കൂട്ടത്തിലുള്ള ആരോ ആണ് ബാബുവിനെ കൊന്നിട്ടുണ്ടാവുക. ആരും പുറത്തേക്കും പോയിട്ടില്ല, അകത്തേക്കും പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ ഒരു കൊലയാളി. അതാരാണെന്ന് പോലീസ് വരട്ടെ, പോലീസ് കണ്ടുപിടിക്കട്ടെ എന്നും സുനി പറയുന്നു. സുനി അപ്പോഴേക്കും പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. അങ്ങനെ പോലീസാണെങ്കിൽ ഷാപ്പിലേക്ക് വരികയാണ്. സിയെയും സന്തോഷമാണുള്ളത്. സിയെ ആണെങ്കിൽ വന്ന ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വിരട്ട് പനയും തുടങ്ങി. അപ്പോൾ സന്തോഷാണെങ്കിൽ ബാബുവിന്റെ ഡെഡ് ബോഡി ആകെ പരിശോധിക്കും. അതിൽ നിന്നും സന്തോഷ് പറയുന്നത് ഉറപ്പായും ഇതൊരു മർഡർ തന്നെയാണ്, ഇതൊരു ആത്മഹത്യയല്ല. അതിന് കാരണമുണ്ട്. ബാബു ആത്മഹത്യ ചെയ്യാനായിട്ട് ചവിട്ടിക്കയറിയ പാടുകളൊന്നും കസേരയിലില്ല. മാത്രവുമല്ല കയറിന്റെ ഒരു തരത്തിലുള്ള അടയാളവും ബാബുവിന്റെ കയ്യിലുമില്ല. ബാബുവിന്റെ ഭാഗത്തൊന്നും യാതൊരുവിധ ചെറുത്തുനിൽപ്പും ഉണ്ടായിട്ടുള്ളതായി തോന്നുന്നില്ല. അപ്പോൾ ബാബു മയക്കത്തിലായിരിക്കാം. മാത്രവുമല്ല കയറ് കെട്ടിയാൽ ഇടങ്കൈനാണ്. കെട്ടിയിരിക്കുന്ന രീതി കാണുമ്പോൾ അറിയാം. മേശയിൽ നിന്നും കാശ് നഷ്ടമായിട്ടില്ല. സോ ഇതൊരു മോഷണമല്ല എന്നും സന്തോഷ് പറഞ്ഞുകൊണ്ട് നിൽക്കവേ തന്നെ ഷാപ്പിന്റെ മണമടിച്ച് സന്തോഷിന് ഓർക്കാനും വരുന്നു. ഛർദിക്കുവാനായിട്ട് സന്തോഷ് പുറത്തേക്ക് ഓടും. സന്തോഷ് പറഞ്ഞത് സത്യമായിരുന്നു. ഷാപ്പിന്റെ മണമടിച്ചാൽ സന്തോഷിന് ഛർദിക്കാൻ വരുമെന്ന്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഷാപ്പിലേക്ക് പോലീസ് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപുള്ള സീനാണ്. എല്ലാവരും ഷാപ്പിലിരുന്ന് ചർച്ച നടത്തുകയാണ്. ആരായിരിക്കാം ബാബുവിനെ കൊന്നിട്ടുണ്ടാവുക? എല്ലാവരുടെയും ചിന്ത ഓരോരുത്തരിലേക്ക് നീങ്ങുന്നു. അതേസമയം തോട്ടപിച്ച് പറയും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ബാബുവിന്റെ അവിഹിതമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷാപ്പിലെ വെയിറ്ററായിരുന്ന കണ്ണനെ എല്ലാവരും നോക്കുന്നു. ഈ കണ്ണനാണ് നമ്മുടെ കഥാനായകനും. കണ്ണൻ ഒരു വികലാംഗനാണ്. കണ്ണന്റെ കാലിന് ഒരു മുടന്തുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുൻപ് നടന്നൊരു കാര്യമാണ്. കണ്ണനും സിലോൺ മാമനും ഷാപ്പിലേക്കുള്ള സാധനങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കുകയായിരുന്നു. കണ്ണന്റെ സുന്ദരിയായ ഭാര്യയായ മെറിന്റെയാണെങ്കിൽ ഷാപ്പിലേക്ക് വരും. എന്നാൽ അവിടെ വന്ന മെറിന്റെയാണെങ്കിൽ കണ്ണനെ കാണാതെ ഷാപ്പിനുള്ളിലേക്ക് പോകും. അത്രയും നേരം അവിടെയുണ്ടായിരുന്ന ബാബു ആണെങ്കിൽ പെട്ടെന്ന് അവിടെ കാണാതായി. നോക്കിയപ്പോൾ ബാബുവും ഷാപ്പിനുള്ളിലേക്ക് കയറി. മെറിന്റെയും അതിനുള്ളിലുണ്ട്. അത് കണ്ട് സിലോൺ മാമനാണെങ്കിൽ കണ്ണനെ വല്ലാതെ കളിയാക്കും. കണ്ണൻ പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ബാബു കസേരയിൽ ഇരിക്കുന്നുണ്ട്. മെറിന്റെ ആണെങ്കിലോ തന്റെ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്യുന്നതും. അതൊക്കെ കണ്ട് കണ്ണന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. കണ്ണൻ ഇവരെ രണ്ടുപേരെയും നല്ല സംശയമാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് സന്തോഷാണെങ്കിൽ മെറിന്റെയെ ചോദ്യം ചെയ്യുകയാണ്. ഈ മെറിന്റ നല്ല സുന്ദരിയായതിനാൽ ആ നാട്ടിലെ എല്ലാ ആണുങ്ങൾക്കും മെറിന്റയോട് നല്ല ക്രഷ് ഉണ്ടായിരുന്നു. കണ്ണനാണെങ്കിലോ നല്ല ദേഷ്യവുമുണ്ട്. കാര്യം എല്ലാവർക്കും മെറിന്റയോടൊരു ക്രഷുള്ള കാര്യം കണ്ണൻ അറിയാം. അങ്ങനെ മെറിന്റയെ ചോദ്യം ചെയ്യുകയാണല്ലോ സന്തോഷ്. മെറിന്റയോട് ചോദിക്കും, ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 5 വർഷമായല്ലേ? അപ്പോൾ മെറിന്റെ പറയും, അല്ല 10 വർഷമായി. അല്ല, ഈ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടിട്ട് ഏകദേശം 5 വർഷമായെന്ന് തോന്നുള്ളൂ. ആ ഈ മാല ഏകദേശം മാറ്റി വാങ്ങിയിട്ട് 6 വർഷമായി കാണുമെന്നും മെറിന്റെ പറയുന്നു. തന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുന്ന രീതിയിലിരിക്കുകയായിരുന്നു സന്തോഷ് ഉടനെ തന്നെ അടുത്ത ചോദ്യം ചോദിക്കും, ചേച്ചിക്ക് അബോർഷൻ നടന്നുവല്ലേ? അത് കേട്ട് ഞെട്ടിയ മെറിന്റെ ആണെങ്കിൽ കുറച്ച് സങ്കടത്തോടെ അതേ എന്ന് പറയുന്നു. അത് കേട്ട് തന്റെ കണക്കുകൂട്ടലുകൾ ശരിയായ സന്തോഷത്തിലായിരുന്നു സന്തോഷ്. എന്നിട്ട് സന്തോഷ് ചോദിക്കും, കണ്ണൻ ചേച്ചിയെ സ്ഥിരമായി തല്ലുമായിരുന്നല്ലേ? അപ്പോൾ മെറിന്റെ പറയും, തല്ലുമായിരുന്നു. പിന്നെന്താ കേസ് കൊടുക്കാത്തത്? അതെനിക്ക് കേസ് കൊടുക്കണമെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല എന്ന് മെറിന്റെ പറയുന്നു. പിന്നെ കണ്ണന് നിങ്ങളെ വലിയ സംശയമായിരുന്നുവല്ലേ എന്ന് മെറിന്റെയോട് ചോദിക്കും.
പിന്നീട് കാണിക്കുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ്. ഈ കണ്ണന്റെ വീട് ഷാപ്പിന് കുറച്ച് അടുത്തായിട്ടാണ്. ഷാപ്പിൽ നിന്ന് നോക്കിയാൽ കണ്ണന്റെ വീട് കാണാം. ഒരിക്കൽ കണ്ണനാണെങ്കിൽ തന്റെ വീട്ടിൽ മെറിൻഡയോട് നിന്ന് സംസാരിക്കുന്ന ബാബുവിനെ കണ്ടു. അത് കണ്ടതും കണ്ണന് വല്ലാതെ ദേഷ്യം വന്നു. അപ്പോൾ ഷാപ്പിൽ ജോലി ചെയ്യുകയായിരുന്ന കല്യാണി ചേച്ചിയാണെങ്കിൽ നെല്ല് കുത്താൻ തുടങ്ങിയിട്ട് കുറെ സമയമായി, ചിലപ്പോൾ ഇപ്പോൾ അരിയായി കാണുമെന്നും കണ്ണനോട് പറഞ്ഞു ചിരിക്കുന്നു. അത് കേട്ട് ദേഷ്യം വന്ന കണ്ണനാണെങ്കിൽ തന്റെ വയ്യാത്ത കാലം കൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിലേക്കെത്തി. ബാബുവിന്റെ മുന്നിൽ വെച്ച് മെറിൻഡയെ തല്ലുവാനായും പിടിച്ചു. എന്നാൽ ബാബു ആണെങ്കിൽ അവനെ പിടിച്ചു മാറ്റിയിട്ട്, എടാ ഞാൻ കുറച്ച് കാശ് കൊടുക്കാൻ വന്നതാ, അല്ലാതെ നീ കരുതുന്ന പോലെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ പിടിച്ചു മാറ്റുന്നു. എന്നാൽ ബാബുവിന്റെ ഒറ്റപ്പിടുത്തത്തിൽ കണ്ണൻ അവിടെ അനങ്ങാതെ നിന്നുപോയി. അത്രയും ശക്തനാണല്ലോ ബാബു. ബാബുവിന്റെ മുന്നിൽ ഈ വയ്യാത്ത കണ്ണന് പിടിച്ചു നിൽക്കുവാനൊന്നും പറ്റത്തില്ലല്ലോ. കണ്ണൻ ബാബുവിനോട് പറയുന്നത്, നിങ്ങളുടെ അത്ര ശക്തിയൊന്നും എനിക്കില്ല, പക്ഷെ എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ണൻ അവിടെ നിന്ന് പോകുന്നതും. അതെല്ലാം നാട്ടുകാർ അവിടെ നിന്ന് നോക്കി കാണുകയായിരുന്നു. ഇത് നാട്ടുകാർക്ക് വെറും പറഞ്ഞു ചിരിക്കാനുള്ളൊരു കാര്യം മാത്രം. പക്ഷെ മനസ്സ് തകർന്ന വേദനയിലാണ് കണ്ണൻ അവിടെ നിന്ന് പോകുന്നതും. ആ സീൻ അവിടെ അവസാനിച്ച് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അടുത്തതായി സന്തോഷ് ചോദ്യം ചെയ്യുവാനായി വിളിച്ചിരിക്കുന്നത് കണ്ണനെയായിരുന്നു. കണ്ണനോട് സന്തോഷ് ചോദിക്കും, നിങ്ങൾ സ്ഥിരമായിട്ട് ഭാര്യയെ തല്ലാറുണ്ടല്ലേ? അപ്പോൾ കണ്ണൻ പറയുന്നത്, സാറേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവൾ അന്നത്തെ ഷോക്ക് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതായിരിക്കുമെന്നും കണ്ണൻ പറയുന്നു. പിന്നെ നിങ്ങൾ എന്തിനാണ് ഭാര്യയുമായി അകന്ന് ജീവിക്കുന്നത് എന്ന് കണ്ണനോട് ചോദിക്കുന്ന സമയത്ത് കണ്ണൻ പറയുന്നത്, അതാ ബാബു അവളുമായിട്ട് അടുത്തതിന് ശേഷമാ ഞാൻ അവളുമായിട്ട് അകന്നത്. പിന്നെ ആ ബാബു ആണെങ്കിൽ ഒരു പെണ്ണുപിടിയനാ. നമ്മുടെ ഷാപ്പിൽ നിൽക്കുന്ന കല്യാണി ചേച്ചിയില്ലേ, ആ ചേച്ചിയായിട്ടും ഈ ബാബുവിന് അടുപ്പമുണ്ട്. ആ കല്യാണി ചേച്ചി ഇല്ലേ, ബാബുവിന്റെ സെറ്റപ്പാ, സിലോൺ മാമിന്റെ ഭാര്യയായി കല്യാണി ചേച്ചി എന്നും കണ്ണൻ പറയുന്നു. അത് കേട്ട് സന്തോഷ് ചോദിക്കുന്നത്, അപ്പോൾ ഈ സിലോൺ മാമന് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ലേ? കണ്ണൻ പറയും, അറിയാം, അറിഞ്ഞാലും ഒന്നും പറയില്ല, ഫ്രീ ആയിട്ട് കള്ള് കിട്ടുമല്ലോ, അത് മാത്രം മതി അയാൾക്കെന്നും കണ്ണൻ പറയുന്നു. അപ്പോൾ ഈ ബാബു വുമണൈസർ ആണെന്നുള്ള കാര്യം മെറിൻഡയ്ക്ക് അറിയത്തില്ലേ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നത്, അവളോട് എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കത്തില്ല എന്നായിരുന്നു കണ്ണന്റെ മറുപടിയും. ആ ശരി, നിങ്ങൾ ആ ഒരു വീട് എങ്ങനെയാ വാങ്ങിയത് എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ കണ്ണൻ പറയും, ഞാൻ കുറിയിട്ട ആ വീട് വാങ്ങിയത്. പിന്നെ ഞാൻ ഒരുപാട് ജോലി ചെയ്യുമായിരുന്നു. ഞാൻ തെരുവിലാണെങ്കിൽ മാജിക് ഒക്കെ ചെയ്യും, പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു. എന്നെ കൊണ്ട് പറ്റാവുന്ന പണിയെല്ലാം ഞാൻ ചെയ്യും. എന്റെ ഈ ചെറിയ ശരീരവും വയ്യാത്ത കാലും വെച്ച് ഞാൻ എല്ലാ ജോലിയും ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ഒരു വീട് വാങ്ങിയതെന്നും കണ്ണൻ പറയുന്നു. ദേ സാറ് നോക്ക്, എന്റെ കയ്യിലെ തഴമ്പ് കണ്ടോ, ഞാൻ എല്ലാ ജോലിയും ചെയ്യുമെന്ന് പറഞ്ഞ് കൈ കാണിച്ചു കൊടുക്കും. എന്നാൽ കയ്യിലാണെങ്കിൽ കയറ് പിടിച്ചതിന്റെ അടയാളമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ കണ്ണൻ തന്നെ പെട്ടെന്ന് കൈ പിൻവലിക്കും. പക്ഷെ അതെല്ലാം സന്തോഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് സന്തോഷാണെങ്കിൽ മെറിൻഡയെ ചോദ്യം ചെയ്യും, നിങ്ങൾ എങ്ങനെയാ കണ്ണനെ പരിചയപ്പെട്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് മെറിൻഡ പറയുന്നത്, കണ്ണന എന്റെ പിറകെ നടന്നത്. പിന്നെ എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു, എനിക്കൊരു ജോലി വാങ്ങി തരുമോ എന്ന് ഞാൻ കണ്ണനോട് ചോദിച്ചു. ആ ഒരു കാര്യം പറഞ്ഞ് കണ്ണൻ എന്നെ സെറ്റ് ചെയ്തെന്നും മെറിൻഡ പറയുന്നു. എന്നിട്ട് സന്തോഷ് ചോദിക്കും, കണ്ണന് ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെറുതായിട്ടുണ്ടെന്നും മെറിൻഡ പറയുന്നു. അത് കാരണമാണോ നിങ്ങൾ ബാബുവുമായിട്ട് സെറ്റ് ആയതെന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മെറിൻഡ ചെറുതായിട്ടൊന്ന് ചൂടാകും. മെറിൻഡയും കണ്ണനും 10 വർഷം കാത്തിരുന്നാണ് അവർക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നതും. എന്നാൽ ആ കുഞ്ഞിനെ വളർത്തുവാനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല. ആ കുഞ്ഞ് അബോഷനായി പോയി. അതിനുശേഷം സന്തോഷ് നേരെ പോകുന്നത് അന്നേ ദിവസം ഷാപ്പിലുണ്ടായിരുന്ന ഒരു സ്കൂൾ മാഷിനെ കാണുവാനായിട്ടാണ്. സ്കൂൾ മാഷിനോട് സന്തോഷ് പറയുന്നുണ്ട്, ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ ഉറപ്പായും കണ്ണൻ തന്നെയാണ്. താൻ അങ്ങനെ ഒരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നതെന്നുള്ള കാര്യം സ്കൂൾ മാഷിനോട് പറയുന്നു. അതിനുശേഷം വീണ്ടും അവർ ചോദ്യം ചെയ്യുന്നത് കണ്ണനെ തന്നെയായിരുന്നു. എന്നിട്ട് സന്തോഷ് സ്കൂൾ മാഷിനോട് ചോദിക്കുന്നുണ്ട്, അന്നേ ദിവസം ചീട്ട് കളിക്കുന്ന സമയത്ത് കണ്ണന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, എന്നത്തെയും പോലെ ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സ്കൂൾ മാഷ് പറയുന്നത്, അല്ല, അന്നേ ദിവസം അവൻ തോറ്റു, മിക്ക ദിവസവും അവൻ ജയിക്കുന്നതാണ്. പക്ഷെ അവൻ അന്ന് ചീട്ടുകളിയിൽ ശ്രദ്ധിക്കുവാനായി പറ്റിയില്ല, ഒരുപാട് കാശും പോയി. മാത്രമല്ല ഷാപ്പിൽ ജോലി ചെയ്യുന്ന കല്യാണ ചേച്ചിയോട് നേരത്തെ പോകുവാനായി കണ്ണൻ പറഞ്ഞിരുന്ന കാര്യം സ്കൂൾ മാഷ് പറയുന്നു. ഉടനെ തന്നെ സന്തോഷ് വീണ്ടും കണ്ണനെ ചോദ്യം ചെയ്യുകയാണ്. സന്തോഷ് കണ്ണനോട് ചോദിക്കും, ബാബു കെട്ടിത്തൂങ്ങി മരിക്കുവാനായിട്ട് ഉപയോഗിച്ച കയറ് നീ വാങ്ങിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വാങ്ങിയതോ, അല്ല, എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ആ കടക്കാരൻ നീയാണ് വാങ്ങിയതെന്ന് തിരിച്ചറിഞ്ഞല്ലോ എന്ന് കണ്ണനോട് ചോദിക്കും. അപ്പോൾ കണ്ണൻ പറയുന്നത്, ബാബുവേട്ടൻ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ അന്ന് ഞാൻ ആ കടയിൽ നിന്ന് എടുത്തിരുന്നു, അതിന്റെ കൂട്ടത്തിലുള്ളതായിരിക്കും ആ കയറ്, ഞാൻ ശ്രദ്ധിക്കാത്തതാ, ഇനി അതിൽ പിടിച്ച് തൂങ്ങല്ലേ സാറേ എന്നും കണ്ണൻ പറയുന്നു.
അതിനുശേഷം വീണ്ടും ഒരു ചോദ്യം മറ്റൊരു പോലീസുകാർ ചോദിക്കും. അന്ന് ആ കള്ളിൽ ബാബു കുടിച്ച ആ ഒരു കള്ളുണ്ടല്ലോ, അതിൽ മയങ്ങാനുള്ള ഗുളിക ചേർത്തത് നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നത്, എല്ലാ തവണയും ഞങ്ങൾ ഗുളിക ചേർക്കും, അത് കുറച്ചളവിന് മാത്രമേ ചേർക്കൂ. പിന്നെ ഓരോരുത്തർ പറയുന്നതനുസരിച്ചാണ് അതിൽ അളവ് കൂട്ടുന്നതും. അത് ഓരോരുത്തർ പറഞ്ഞു ചെയ്യിക്കുന്നതാണ്. അല്ലാതെ ഞാൻ ബാബുവേട്ടൻ കുടിച്ച കള്ളിലെന്നും മനഃപൂർവ്വമായിട്ട് കലർത്തിയതേയില്ല. ബാബുവേട്ടനെ കൊല്ലാനാണെങ്കിൽ എനിക്കതിന്റെ ഡോസ് കൂട്ടി കൊടുത്തൂടെ സാറേ എന്ന് കണ്ണൻ ചോദിക്കുന്നു. മാത്രവുമല്ല കണ്ണൻ പറയുന്നുണ്ട്, അന്ന് ബാബു മരിച്ച ദിവസം എല്ലാവരും പോയി കഴിഞ്ഞ് ഷാപ്പ് അടയ്ക്കുന്ന ദിവസമുണ്ടല്ലോ, ഷാപ്പ് അടച്ചു കഴിഞ്ഞാലും അവിടെ ചീട്ടുകളിയും കള്ളുകുടിയും ഒക്കെയുണ്ട്. അതിനായിട്ടുള്ള ആളുകളെല്ലാം അകത്തിരുത്തിയിട്ട് മുന്നിലത്തെ വാതിലും പിറകിലത്തെ വാതിലും പൂട്ടിയിട്ട് ബാബു ഇരിക്കുന്ന ടേബിളിന് മുകളിലായിട്ട് ഈ കണ്ണൻ ചാവി കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം കണ്ണനാണെങ്കിൽ ചീട്ട് കളിക്കുവാനായും പോയി. എന്നാൽ പോകുന്നതിന് മുൻപ് തന്നെ കണ്ണനാണെങ്കിൽ അവിടെയുള്ള പാത്രവും ഗ്ലാസും എല്ലാം കിച്ചണിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് തിരികെ വരുന്ന സമയത്തും ബാബു അവിടെ നിന്ന് കള്ള് കുടിക്കുന്നുണ്ടായിരുന്നു. അതീ സുനിയും ബാക്കിയുള്ള എല്ലാവരും കണ്ടിരുന്നു. അതിനുശേഷം കണ്ണൻ പോയിരുന്ന് ചീട്ടിടും. ചീട്ടിടുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. എന്നാൽ ചീട്ടിട്ട് കളി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് കണ്ണൻ അവിടെ നിന്ന് ചലിക്കത്തില്ല. ആ ഒരു കാര്യം കണ്ണൻ പറഞ്ഞു. കണ്ണൻ പറഞ്ഞ കാര്യം അന്നേ ദിവസം ഷാപ്പിലുണ്ടായിരുന്നവരോട് അന്വേഷിച്ചപ്പോൾ കണ്ണൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ചീട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ണൻ അവിടെ നിന്ന് എഴുന്നേൽക്കില്ല എന്നുള്ള കാര്യവും സന്തോഷിന് മനസ്സിലായി. അങ്ങനെ തന്റെ കണ്ടെത്തലുകളെല്ലാം സിഐക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അന്ന് ബാബുവിന് കുടിക്കുവാൻ കൊടുത്ത കള്ളിലാണെങ്കിൽ മയങ്ങുവാനുള്ള ഗുളിക ചേർത്തിരുന്നു. മയങ്ങിക്കഴിഞ്ഞ ബാബുവിനെ ആരോ കഴുത്തിൽ കുരുക്കിട്ട് കെട്ടിത്തൂക്കിയതാണ്. പക്ഷെ അതേസമയം കണ്ണൻ അവിടെ നിന്ന് ചീട്ട് കളിക്കുന്നുണ്ട്. ഇത്രയും 100 കിലോ വെയിറ്റ് ഉള്ള ഒരാളിനെ എങ്ങനെ കണ്ണൻ ഒറ്റയ്ക്ക് പൊക്കാനാ? അത് മാത്രമല്ല കണ്ണൻ അവിടെ ചീട്ട് കളിക്കുകയല്ലായിരുന്നു എന്നൊക്കെ സിഐ ചോദിക്കുമ്പോൾ സന്തോഷ് പറയുന്നത്, അത്രയും കിലോ വെയിറ്റ് ഉള്ള ഒരാളിനെ തൂക്കുവാൻ കെൽപ്പുള്ള ഒരാൾ കണ്ണനെ സഹായിച്ചിട്ടുണ്ട്. അതാരാണെന്ന് നമ്മൾ ഇനി കണ്ടെത്തണമെന്നും സന്തോഷ് പറയുന്നു. എന്തെങ്കിലും തെളിവ് കിട്ടിയോന്ന് സിഐ ചോദിക്കുമ്പോൾ തെളിവൊന്നും കിട്ടിയില്ല, ഒരു 10 ദിവസം എനിക്ക് സമയം തരണം, അതിനുള്ളിൽ ഞാനത് ആരാണെന്ന് കണ്ടെത്തി തരാമെന്നും സന്തോഷ് പറയുന്നു. അതിനുശേഷം സന്തോഷ് നേരെ മെറിന്റയെ കാണുവാനായിട്ടാണ് എത്തിയത്. കണ്ണനുമായിട്ട് പിണങ്ങി മെറിന്റെ ഇപ്പോൾ കല്യാണിക്കൊപ്പമാണ് താമസവും. മെറിന്റയെ കാണാനെത്തിയ സന്തോഷാണെങ്കിൽ ബാബു കെട്ടിത്തൂങ്ങാൻ ഉപയോഗിച്ച കയറ് കാണിച്ചിട്ട് ഈ കയർ എവിടെയെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നായിരുന്നു മെറിന്റയുടെ മറുപടിയും. പിന്നെ അന്നേ ദിവസം ഇവിടെ സംശയിക്കുന്ന വിധം ആരെങ്കിലും കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോഴും ഇല്ലെന്നായിരുന്നു അതിനും മെറിന്റയുടെ മറുപടി. അതിനുശേഷം സന്തോഷ് നേരെ കല്യാണിക്ക് അടുത്തേക്ക് പോയി. എന്നിട്ട് ആ മാഷ് പറഞ്ഞിരുന്നല്ലോ അന്നേ ദിവസം കല്യാണിയോട് നേരത്തെ പോകുവാനായിട്ട് ഈ കണ്ണൻ പറഞ്ഞിരുന്നുവെന്ന്. അങ്ങനെ കണ്ണൻ പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് കല്യാണി പറഞ്ഞു. ഇതിനു മുൻപും ഇതുപോലെ പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആദ്യമായിട്ടാണ് കണ്ണൻ എന്നോട് നേരത്തെ പോകാൻ പറഞ്ഞിരുന്നെന്ന കാര്യം കല്യാണി പറയുന്നു. അതിനുശേഷം പോകുവാനായി ഇറങ്ങുന്ന സന്തോഷിനടുത്തേക്ക് മെറിന്റെ വന്നിട്ട്, സാറേ അന്ന് ബാബു മരിക്കുന്ന ദിവസമുണ്ടല്ലോ, ഇവിടെ സംശയിക്കുന്ന വിധം ഞാനൊരാളിനെ കണ്ടിരുന്നു, അയാളൊരു കഷണ്ടി തലയനാണ് എന്നുള്ള കാര്യം മെറിന്റെ പറഞ്ഞു. അയാൾ ആരാ, അയാൾ എങ്ങാട്ടാ പോയതെന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ അത് പറയണമെങ്കിൽ 5000 രൂപ തരുമോ, പുതിയൊരു വാടക വീട് കണ്ടുപിടിക്കാനാണെന്നും മെറിന്റെ പറയുന്നു. എന്നാൽ സന്തോഷ് കാശ് കൊടുക്കുവാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ മെറിന്റെ ആണെങ്കിൽ ബാക്കിയൊന്നും പറയാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തതും. അതിനുശേഷം വീണ്ടും കണ്ണനെ ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കണ്ണനോട് ചോദിക്കും, അന്ന് ബാബുവിനെ അറുത്തിടാനായിട്ട് കയറിയ സമയത്ത് സുനിക്കൊപ്പം നീയുമില്ലായിരുന്നു, നീയല്ലേ കയറെടുത്തത്? എന്നാൽ കയറെടുത്തെങ്കിൽ ഉറപ്പായും ഒരാൾ കെട്ടിത്തൂങ്ങാൻ ഉപയോഗിച്ചതിന്റെ എന്തെങ്കിലും അവശിഷ്ടം മുകളിൽ കാണണ്ടേ? പക്ഷെ അങ്ങനെ ഒരു കയറ് പോലും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, സത്യം പറയടാ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുവാനായി കൂട്ടാക്കുന്നില്ല. ഉടനെ തന്നെ മറ്റു പോലീസുകാരാണെങ്കിൽ കണ്ണനെ തല്ലും. അപ്പോൾ കണ്ണൻ പറയുന്നത്, ഞങ്ങളെ പോലുള്ളവരേക്ക് കാണുമ്പോഴേ നിങ്ങൾക്കൊക്കെ തല്ലാൻ തോന്നും, അത് ഞങ്ങളുടെ കുഴപ്പമാണോ എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ കരയുമ്പോൾ സന്തോഷാണ് കണ്ണനെ സമാധാനിപ്പിക്കുന്നതും. അപ്പോൾ കണ്ണൻ പറയും, സാറേ ഞാനൊരു കാര്യം പറയാം, 4 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കനാലിൽ ഒരാളുടെ ഡെഡ് ബോഡി പൊങ്ങിയിരുന്നു. അതും ഈ ബാബുവിന്റെ കേസുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ചക്കാട്ടിൽ ജോയി, മുജീബ് സാഹിബ് എന്നിവരുമായിട്ട് ബാബുവിന് നല്ല ശത്രുതയുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ളൊരു ബാറ് ലേലം വിളിച്ച സമയത്ത് ഈ മുജീബിനും ചക്കാട്ടിൽ ജോയിക്കും അതിൽ നല്ല നോട്ടമുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ലേലം കിട്ടിയത് നമ്മുടെ ബാബുവേട്ടന് തന്നെയായിരുന്നു. അതിന്റെ ദേഷ്യം ഇവർക്ക് 2 ആൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ നമ്മുടെ ഷാപ്പിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. അന്ന് ഇവര് 2 പേരെയും തല്ലിയാണ് ബാബുവേട്ടൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതെന്നും കണ്ണൻ പറയുന്നു. ഇത്രയും നടന്നിട്ടും അവരെന്താ കേസ് കൊടുക്കാത്തതെന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നത്, സാറിനറിയത്തില്ല, ബാബുചേട്ടന് മുകളിലൊക്കെ നല്ല പിടിപാടാണ്. മാത്രമല്ല അന്ന് ആ കനാലിൽ ജോയിച്ചേട്ടൻ മരിച്ചു കിടന്ന സമയത്ത് അത് കണ്ടിട്ട് സുനിച്ചേട്ടനും പറഞ്ഞിരുന്നല്ലോ ഇത് ബാബു ചെയ്തതാണെന്ന്. അതേസമയം തന്നെ ആ കനാലിൽ വീണ് മരണപ്പെട്ട ജോയിയുടെ ആ ഒരു കേസിന്റെ ഫയലുണ്ടല്ലോ, അത് സന്തോഷിന് കിട്ടും.
ആ കേസ് ഫയൽ വായിച്ചു നോക്കിയ ഉടനെ തന്നെ സന്തോഷിന്റെ മനസ്സിൽ കൂടി ഒരുപാട് ചോദ്യങ്ങളും ഇതുവരെ അന്വേഷിച്ച കേസിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ കടന്നു പോകുന്നു. ഉടനെ തന്നെ സന്തോഷ് പറയുന്നു, ബാബുവിനെ കൊന്നത് മറ്റാരുമല്ല, സുനി തന്നെയാണ്. അതെങ്ങനെയെന്നാൽ ഈ സുനിയും ബാബുവും തമ്മിൽ ഒരുപാട് വസ്തുവിന്റെ ഇടപാടുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ ചൊല്ലി ഒരുപാട് കാശുകൾ ബാബു സുനിക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ആ കാശ് കൊടുക്കാത്തതിന്റെ ദേഷ്യത്തിനാകാം സുനിയാണെങ്കിൽ ബാബുവിനെ കൊല്ലുവാനായും തീരുമാനിച്ചത്. പിന്നെ അന്നേ ദിവസം കൊല നടക്കുന്നതിന്റെ ആ ദിവസം തന്നെ നിങ്ങൾ ആരും അറിയാതെ സുനി തന്റെ സഹായിയെ ഷാപ്പിനുള്ളിലേക്ക് കയറ്റി മച്ചിന്റെ മുകളിലിരുത്തി. നിങ്ങളെല്ലാവരും ആ ഒരു ചീട്ട് കളിക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ആ ഒരു കൊലയാളി സുനിയുടെ സഹായി മച്ചിന് മുകളിലിരുന്ന് എല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മുൻപ് സുനിയാണെങ്കിൽ കണ്ണനടുത്ത് നിന്ന് മാജിക് പഠിച്ചെന്ന് പറഞ്ഞല്ലോ, അതെല്ലാം ഒരു തന്ത്രമായിരുന്നു. എങ്ങനെയൊക്കെ ബാബുവിനെ കൊല്ലണമെന്ന് ആ ഒരു മാജിക്കിലൂടെ എല്ലാ കാര്യവും സുനി മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ബാബുവിന് കുടിക്കാനുള്ള കള്ളിലാണെങ്കിൽ മയക്ക് ഗുളിക കൊടുത്തതിന് ശേഷം ബാബുവിനെ മുകളിലിരുന്ന് ആ ഒരു സഹായി ഉണ്ടല്ലോ, സഹായിയാണ് കെട്ടിത്തൂക്കിയത്. സഹായിയുടെ കൈവശം സുനി ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു താക്കോൽ ഉപയോഗിച്ച് സംഭവമെല്ലാം നടത്തിയതിനു ശേഷം കൊലയാളിയാണെങ്കിൽ കതക് തുറന്ന് പുറത്തേക്ക് പോയി. എന്നിട്ട് ആരും അറിയാതെ സുനിയാണെങ്കിൽ കതകം പൂട്ടി ചാവിയാണെങ്കിൽ അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് നിങ്ങളോടെല്ലാവരോടും പറഞ്ഞത് കൊലയാളി ഈ ഒരു നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെയായിരിക്കാം എന്ന് പറഞ്ഞ് നിങ്ങളെ എല്ലാവരെയും വിശ്വസിപ്പിച്ചു. അതാണ് യഥാർത്ഥത്തിൽ നടന്നതെന്നും സന്തോഷ് പറയുന്നു. 10 ദിവസത്തിനുള്ളിൽ കേസ് തെളിയിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സന്തോഷാണെങ്കിൽ 7 ദിവസമായിട്ടും കേസ് തെളിയിക്കാത്തതിന് CI ആണെങ്കിൽ സന്തോഷിന് ഒരുപാട് വഴക്ക് പറയും. അതിനുശേഷം കാണിക്കുന്നത് കണ്ണനെയാണ്. കണ്ണൻ നേരെ പോകുന്നത് സുനിയെ കാണുവാനായിട്ടായിരുന്നു. എന്നിട്ട് സുനിയോട് പറയുന്നത്, ചേട്ടാ, ആ ജോയി ചേട്ടൻ കനാലിൽ വീണ് ചത്തു കിടന്നില്ലേ, ജോയി ചേട്ടനെ കൊന്നത് ബാബു ചേട്ടൻ തന്നെയാ, ഞാൻ എന്റെ കണ്ണ് കൊണ്ട് കണ്ടതാ, ഞാനത് ആരോടും പറയാതിരുന്നതാ. ഷാപ്പൊക്കെ അടച്ചിട്ട് കണ്ണൻ വരുന്ന വഴിയിലാണെങ്കിൽ വഴിയിൽ വെച്ച് ഈ ജോയിയെ ബാബു കൊല്ലുന്നത് കണ്ണൻ കണ്ടിരുന്നു. മാത്രമല്ല കണ്ണൻ കണ്ട കാര്യം ബാബുവും മനസ്സിലാക്കി. ബാബു ഉടനെ തന്നെ കണ്ണനടുത്തേക്ക് എത്തിയിട്ട് ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണന്റെ കാര്യം ക്ലോസ് ചെയ്യുമെന്ന് വിരട്ടിയിരുന്നു. അതുകൊണ്ട് പേടിച്ചാണ് കണ്ണൻ ആരോടും പുറത്ത് പറയാതിരുന്നത്. ഞാനിത് നിങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ എന്നെയും നിങ്ങളെയും ബാബു ചേട്ടൻ ഉറപ്പായും കൊല്ലുമായിരുന്നു. മാത്രമല്ല ഇപ്പോൾ കേസ് അന്വേഷിക്കാനായി വന്ന ആ സന്തോഷില്ലേ, സന്തോഷ മറ്റാരുമല്ല, ആ ചക്കാട്ടിൽ ജോയി, അയാളുടെ മകൻ തന്നെയാ സന്തോഷ്. CJ എന്ന് പറയുന്നത് ചക്കാട്ടിൽ ജോയി. അത് കേട്ട സുനി പറയുന്നത്, ഉറപ്പായിട്ടും അച്ഛനെ കൊന്നവനോട് പ്രതികാരം വീട്ടുവാൻ വന്നതായിരിക്കാം എന്നൊക്കെ സംസാരിച്ച് അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ ഈ സന്തോഷ് തന്നെയാകുമോ ബാബുവിനെ കൊന്നത് എന്നുള്ള സംശയമുണ്ടാകുന്നു. എന്നാൽ അവർക്ക് ഉയർന്ന ഉദ്യോഗസ്ഥനെ അറിയിക്കുവാനായിട്ടും അവർക്ക് ചെറിയൊരു പേടി. എങ്ങനെയെങ്കിലും ബാബുവിനെ കൊന്നത് ആരാണെന്ന് കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും കുടുങ്ങുമെന്നുള്ള പേടി അവർക്കുണ്ടായി. മറ്റൊരു വശത്ത് സന്തോഷാണെങ്കിൽ മെറിന്റയെ കാണുവാനായിട്ട് എത്തുകയാണ്. ഈ മെറിന്റയോട് സന്തോഷിന് ചെറിയ ക്രഷ് ഉണ്ട്. മെറിന്റെ ആണെങ്കിൽ പറയുന്നത്, അന്നേ ദിവസം ആ ഒരു മൊട്ടത്തലയനോടൊപ്പം ഷാപ്പിന് പുറകിൽ വെച്ച് ഞാൻ മറ്റൊരാളെ കൂടി കണ്ടു. ഇത് ആരോടെങ്കിലും പറഞ്ഞിരുന്നു എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ, ഞാൻ കല്യാണ ചേച്ചിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റാരോടും പറഞ്ഞിട്ടില്ല എന്ന് മെറിന്റെ പറയുന്നു. ആരോടും പറയണ്ട, മാത്രമല്ല മെറിന്റെ ഒന്ന് സൂക്ഷിക്കണം. മെറിന്റെ കണ്ടു എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും മെറിന്റെ അവർ ജീവിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണമെന്നും സന്തോഷ് മെറിന്റയോട് പറയുന്നു. മാത്രമല്ല എന്താവശ്യം വന്നാലും വിളിക്കുവാനായിട്ട് സന്തോഷ് തന്റെ നമ്പര് മെറിന്റയ്ക്ക് കൊടുത്തിട്ടാണ് പോകുന്നതും. അതിനുശേഷം കാണിക്കുന്നത് കണ്ണനെയും സുനിയെയുമാണ്. രണ്ടുപേരും പൂട്ടിക്കിടന്ന ഷാപ്പിലേക്ക് എത്തുന്നു. എന്തെങ്കിലും തെളിവ് അവിടെ നിന്ന് കിട്ടിയാലോ എന്നാണ് അവരുടെ മനസ്സിൽ. അവിടെ മാകെ അന്വേഷിക്കുന്ന സമയത്ത് സന്തോഷ് വലിക്കാറുള്ള സ്പെഷ്യൽ സിഗരറ്റ് അവർക്ക് കിട്ടുന്നു. അത് സന്തോഷ് മാത്രമാണ് വലിക്കുന്നത്. അതിൽ നിന്നും ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ സന്തോഷാണെന്ന് അവർ ഉറപ്പിക്കും. മാത്രമല്ല സുനി പറയുന്നുണ്ട്, അത് ഉറപ്പിക്കണമെങ്കിൽ നമുക്കൊരു കയറ് വാങ്ങിക്കൊണ്ട് വന്ന് എങ്ങനെയായിരിക്കാം കെട്ടിത്തൂക്കിയതെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് കയറ് വാങ്ങുവാനായി പോകുന്നു. മറ്റൊരു വശത്ത് രാത്രിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു സന്തോഷ്. വല്ലാത്ത ടെൻഷനിൽ നിൽക്കുകയാണ്. മാത്രമല്ല മെറിന്റയുടെ കോളും പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. അപ്രതീക്ഷിതമായി മെറിന്റയുടെ കോള് സന്തോഷിന്റെ ഫോണിലേക്ക് വരുന്നു. സന്തോഷാണെങ്കിൽ ചാടിക്കയറി കോൾ എടുത്തതും മെറിന്റെ വല്ലാതെ കരയുകയാണ്. എന്റെ വീടിന് മുന്നിലായിട്ട് ആരോ നിൽക്കുന്നുണ്ട്, അയാൾ എന്നെ കൊല്ലും, എത്രയും വേഗം ഇവിടെ വരണമെന്നൊക്കെ പറഞ്ഞ് മെറിന്റെ വല്ലാതെ ബഹളം വെക്കുന്നു. ഉടനെ തന്നെ സന്തോഷാണെങ്കിൽ നിന്ന വേഷത്തിൽ തന്നെ അവിടെയുണ്ടായിരുന്ന ബൈക്കും എടുത്ത് മെറിന്റയുടെ വീട്ടിലേക്ക് പോയി. മെറിന്റെ പുതുതായിട്ട് ഒരു വാടക വീടെടുത്തു. അവിടേക്കാണ് സന്തോഷ് പോകുന്നത്. പോകുന്ന വഴിയിലെല്ലാം മെറിന്റയോട് പറയുന്നുണ്ട്, മെറിന്റ നീ പേടിക്കണ്ട, വാതിലും ജനലുകളും ഒക്കെ അടച്ചിട്ടിട്ട് നീ വീട്ടിനകത്ത് തന്നെ ഇരിക്കേ, കൊല്ലാൻ വന്നാൽ ഉറപ്പായും നിന്നെ പേടിപ്പിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോഴും ആ ഒരു മാനസികാവസ്ഥയിൽ സമാധാനമായിട്ടിരിക്കുവാനായിട്ട് മെറിന്റെ കൂട്ടാക്കുന്നില്ല. അവൾ വല്ലാതെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. ഒരു ഘട്ടത്തിൽ ഫോണും കട്ടായി പോകുന്നു.
അത് കഴിഞ്ഞ് മെറിൻഡയുടെ വീടാണ് കാണിക്കുന്നത്. മെറിൻഡയുടെ വീടിന് മുന്നിലായിട്ട് ഒരു മുഖംമൂടിയൊക്കെ വെച്ച ഒരാൾ നിൽക്കുകയാണ്. അയാളാണെങ്കിൽ ജനലിലേക്ക് കല്ലൊക്കെ എറിയുന്നു. മാത്രമല്ല കയ്യിലുണ്ടായിരുന്ന വാക്കത്തി ഉപയോഗിച്ച് ആ ഒരു വാതിൽ വെട്ടിപ്പൊളിക്കുവാനായി നോക്കും. മെറിൻഡെ എങ്ങനെയൊക്കെയോ അതിനെ പ്രതിരോധിച്ച് നിൽക്കും. കുറെ നേരം കഴിഞ്ഞതും സന്തോഷ് വരുന്നു. അവിടെയൊന്നും ആരുടെയും അനക്കമേയില്ല. കതക് തുറന്നു നോക്കുന്ന സമയത്ത് പേടിച്ച് വിറച്ച് മെറിൻഡെ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നതും. വന്നയാളുടെ മുഖമൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അയാളൊരു മുഖംമൂടി ധരിച്ചിരുന്നുവെന്ന് മെറിൻഡെ പറയുമ്പോൾ സന്തോഷ് അവിടെ ആകെ പരിശോധിക്കും. അപ്പോൾ അവിടെ നിന്നും ഒരു മുഖംമൂടി കിട്ടുന്നു. മാത്രമല്ല കതകിന് വെട്ടുകൊണ്ടെന്ന് പറഞ്ഞല്ലോ, ആ വെട്ടാണെങ്കിൽ നല്ല ഉയരമുള്ള ആള് വെട്ടിയതാണ്. ഏകദേശം ഒരു 6 അടി പൊക്കം വരും. അത്രയും ഉയരത്തിനാണ് വെട്ട് നിൽക്കുന്നതും. ആ വന്നയാളാണെങ്കിൽ ധരിച്ചിരുന്നത് ഒരു മിലിറ്ററി ഷൂ ആണെന്ന് അവിടെയുണ്ടായിരുന്ന ഷൂവിന്റെ പ്രിന്റ് കണ്ടിട്ട് ഫുട് പ്രിന്റ് കണ്ടിട്ട് സന്തോഷിന് മനസ്സിലായി. മാത്രമല്ല അവിടെ നിന്നും ഒരു ഗുളികയുടെ കവർ കിട്ടുന്നു. ആ ഗുളിക സ്ഥിരമായിട്ട് കഴിക്കാറുള്ളത് സുനിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ സുനിയാണെന്നും മെറിൻഡയോട് സന്തോഷ് പറയും. സുനിച്ചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മെറിൻഡ ചിന്തിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ബൈക്കിൽ വരികയായിരുന്ന സുനിയാണ്. സുനിയുടെ ബൈക്കിന് മുന്നിലേക്ക് നമ്മുടെ കണ്ണനാണെങ്കിൽ എടുത്തു ചാടുകയാണ്. എന്താടാ കണ്ണാ പ്രശ്നമെന്ന് സുനി ചോദിക്കുമ്പോൾ, അതോ ചേട്ടാ എന്നെ ഒരു സ്കൂൾ ബസ് ഇടിച്ച് കൊല്ലുവാനായി ശ്രമിച്ചു, എന്നെയും എന്റെ വണ്ടിയും ഒരു കുഴിയിലേക്ക് ഇടിച്ചിട്ടു എന്നും കണ്ണൻ പറയുന്നു. അത് കേട്ട് സുനി പറയുന്നത്, എടാ നീ പേടിക്കണ്ട, ദേ എന്റെ കയ്യിലൊരു കത്തിയുണ്ടെന്ന് പറഞ്ഞിട്ട് കത്തിയെടുത്ത് കണ്ണന്റെ കൈവശം കൊടുത്തിട്ട് ആര് വന്നാലും ഒന്നും നോക്കണ്ട പൂളിയേക്കണമെന്നും കണ്ണനോട് പറയുന്നു. ഈ സമയത്ത് നിങ്ങൾ എവിടെ പോയതാന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ, അതോ നമ്മൾ കയറ് വെച്ച് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞില്ലേ, അതിനു വേണ്ടിയിട്ട് ഞാൻ കയറ് വാങ്ങാൻ പോയതാണെന്ന് പറഞ്ഞ് കണ്ണനെയും കൂട്ടി നേരെ ഷാപ്പിലേക്ക് പോകും. എന്നിട്ട് ഷാപ്പ് കുത്തി തുറന്ന് അകത്തേക്ക് കയറിയിട്ട് 2 സിമന്റ് ചാക്ക് എടുത്ത് കയറ് കെട്ടി. അതും ബാബുവിന്റെ വെയിറ്റുള്ള സിമന്റ് ചാക്ക്. എന്നിട്ട് ആ കയറാണെങ്കിൽ ഉത്തരത്തിന് മുകളിലൂടെ കൊടുത്തിട്ട് പല വിധത്തിലും പൊക്കുവാനായി ശ്രമിച്ചു. പക്ഷെ ചാക്ക് കെട്ട് പൊങ്ങുന്നതേയില്ല. എന്നാൽ ഒടുവിൽ സുനി ആ ഒരു കയറാണെങ്കിൽ ജനലിന്റെ വിടവിലൂടെ പുറത്തേക്കിട്ടു. പുറത്തു നിന്ന് വലിച്ചു നോക്കിയപ്പോൾ ആ 2 ചാക്ക് കെട്ടുകളും ഉയരുന്നു. അത് കണ്ട സുനിയാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് നിന്ന് സിഗരറ്റ് വലിക്കുവാനായും തീരുമാനിച്ച് ഒരു സിഗരറ്റും വലിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് മെറിൻഡയുടെ വീട്ടിലിരിക്കുന്ന സന്തോഷിനെയാണ്. നേരമൊന്ന് വെളുക്കട്ടെ, സുനിയെ ഞാൻ പൂട്ടുമെന്ന വാശിയിലിരിക്കുകയായിരുന്നു സന്തോഷ്. അപ്പോഴേക്കും സന്തോഷിനൊരു കോൾ വരും. ഷാപ്പിൽ വീണ്ടും ഒരു കൊലപാതകം നടന്നിരിക്കുന്നു എന്നായിരുന്നു ആ കോള്. ഉടനെ തന്നെ സന്തോഷാണെങ്കിൽ ബൈക്കുമെടുത്ത് ഷാപ്പിലേക്ക് പോകും. ചെന്ന് നോക്കുമ്പോൾ സന്തോഷ് കാണുന്ന കാഴ്ച കത്തി നശിക്കുന്ന ഷാപ്പിനെയായിരുന്നു. നാട്ടുകാരെല്ലാവരും ചേർന്ന് വെള്ളം കോരി അണക്കി വനക്കി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പകുതിയും കത്തി നശിച്ചിരുന്നു. മാത്രമല്ല മറ്റൊരു വശത്തായിട്ട് ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അവിടെയാണ് ആരുടെയോ ഡെഡ് ബോഡി കിടക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ സന്തോഷ് ഞെട്ടിപ്പോകും. ആരെയാണോ സന്തോഷ് അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നത് അയാൾ തന്നെയാണ് മരണപ്പെട്ട് കിടക്കുന്നതും നമ്മുടെ സുനി തന്നെയാണ് മരിച്ചു കിടക്കുന്നതും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നാണ് കാണിക്കുന്നതും. സുനിയാണെങ്കിൽ എങ്ങനെയൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ സുനി പറയും, ഉറപ്പായിട്ടും സന്തോഷായിരിക്കാം പുറത്തു നിന്ന് കൊണ്ട് കയറ് വലിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അകത്തു നിന്ന് സന്തോഷിനെ സഹായിക്കുന്നത് മറ്റൊരാളായിരിക്കുമല്ലോ. അത് മിക്കവാറും തോട്ട ബിജു ആയിരിക്കാം. അല്ല, ഈ തോട്ട ബിജു ആകാനും വഴിയില്ല. മിക്കവാറും മറ്റൊരാളായിരിക്കാം. അത് മറ്റാരുമല്ലടാ കണ്ണ, നിന്റെ ഭാര്യ മെറിൻഡ തന്നെയാണെന്നും സുനി പറയുന്നു. അത് കേട്ട് കണ്ണൻ ഞെട്ടുകയാണ്. മെറിൻഡയോ? അവളാകാൻ സാധ്യതയില്ല എന്നും കണ്ണൻ പറയും. അവള് തന്നെയാടാ ഇതിന് പിന്നില്. നീ മാജിക് ഒക്കെ ചെയ്യില്ലേ, അത് വെച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. നീ വാനിഷിംഗ് ബ്യൂട്ടിയുടെ മാജിക് ചെയ്യത്തില്ലേ? അതിൽ കൂടുതലും നിന്നെ സഹായിക്കാൻ എത്തുന്നത് മെറിൻഡയല്ലേ? അവൾ കസേരയിൽ ഇരുന്നിട്ട് പിന്നീട് നീ മാജിക് ചെയ്യുമ്പോൾ അവൾ ആരും അറിയാതെ കസേരയ്ക്ക് പിന്നിലേക്ക് പോകും. എന്നിട്ട് അതിനുള്ളിലായിട്ട് ഒളിച്ചിരുന്നു കൊണ്ടല്ലേ ആ ഒരു മാജിക്കിലെല്ലാം നിന്നെ സഹായിക്കുന്നത്. അതുപോലെ തന്നെയാ ഇതിലും. ആരും അറിയാതെ ഒളിച്ചിരുന്ന് അവളാണ് ഇതിനെല്ലാം സഹായിച്ചത്. പക്ഷേ ഇതിന് പിന്നിൽ പണിയറിയാവുന്ന മറ്റൊരാളുമുണ്ട്. നന്നായിട്ട് പണിയറിയാവുന്ന ഒരാൾ. അത് നീയല്ലേടാ കണ്ണ എന്നും സുനി ചോദിക്കുന്നു. അത് കേട്ടതും കണ്ണൻ ഞെട്ടിപ്പോയി. സുനി എല്ലാ കാര്യവും കണ്ടുപിടിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നായിരുന്നു. അതെ, സത്യം തന്നെയാണ്. കണ്ണനും മെറിൻഡയും ചേർന്നാണ് ഇത് ഇത്രയും പ്ലാൻ ചെയ്തത്. ബാബുവിനെ കൊല്ലുവാനായിട്ട് പ്ലാൻ ചെയ്ത് ഇത്രയും വരെ കൊണ്ടെത്തിച്ചതും ഇവർ 2 പേരും തന്നെയായിരുന്നു. അവരാദ്യമായിട്ട് ചെയ്തത് ബാബുവും മെറിൻഡയും തമ്മിൽ അവിഹിതമാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ വരുത്തി തീർത്തു. അതിന്റെ പേരിൽ കണ്ണനും മെറിൻഡയും ശത്രുതയാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചു. അങ്ങനെയാണ് അവരാദ്യം പ്ലാൻ ചെയ്തത്. മാത്രമല്ല ഷാപ്പിലേക്ക് സാധനം വാങ്ങുന്നതിന്റെ കൂട്ടത്തിൽ ബാബുവിനെ കൊല്ലുവാനായിട്ടുള്ള കയറും കണ്ണൻ വാങ്ങി.
എന്നിട്ട് ആരുമില്ലാത്ത തക്കം നോക്കി ഷാപ്പിന്റെ ഉത്തരത്തിലൂടെ കയറ് സെറ്റ് ചെയ്യും. ഒരു ഭാഗം പുറത്തു നിന്നൊരാൾക്ക് വലിക്കാൻ വിധത്തിൽ പുറത്തേക്കും ഇട്ടു. മറ്റൊരു ഭാഗമാണെങ്കിൽ ബാബു ഇരിക്കുന്നതിന് മുകളിലായിട്ടും സെറ്റ് ചെയ്തു. അങ്ങനെ അവർ ബാബുവിനെ കൊല്ലുവാനായിട്ട് പ്ലാൻ ചെയ്ത ദിവസം എത്തി. അകത്തു നിന്നും പുറത്തേക്ക് നോക്കിയാൽ ജനലിലൂടെ കാണാൻ പറ്റുമായിരുന്നു. അതെല്ലാം മറ്റൊരു ഗ്ലാസ് ഉപയോഗിച്ച് കണ്ണൻ മറച്ചു. എന്നിട്ട് ബാബുവിന് കുടിക്കുവാനായി കൊടുത്ത കള്ളിലാണെങ്കിൽ വീര്യം കൂടുവാനായിട്ട് ഗുളിക ചേർക്കുമല്ലോ, അതിന്റെ ഡോസും കൂട്ടി. ആ ഡോസ് കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ആള് മയങ്ങും. ഷാപ്പ് അടച്ചു കഴിഞ്ഞതും എല്ലാവരും ചീട്ട് കളിക്കുവാനായും ഇരുന്നു. ആ തക്കം നോക്കി കണ്ണൻ പോയി മുന്നിലത്തെയും പിറകിലത്തെയും ഡോറെല്ലാം പൂട്ടിയിട്ട് താക്കോൽ കൊണ്ടുവന്ന് ബാബുവിന് മുന്നിലായിട്ടും വെച്ചു. അപ്പോഴേക്കും ബാബു ആണെങ്കിൽ കള്ളം കുടിച്ച് പകുതി മയക്കത്തിലായിരുന്നു. ചീട്ട് കളിക്കുവാനായി ചെന്നിരുന്ന കണ്ണനാണെങ്കിൽ അവിടെ ആകെ കള്ളം കുപ്പികളൊക്കെ ഇരിക്കുന്നത് കണ്ട് ഉടനെ തന്നെ കുപ്പിയെല്ലാം എടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുവന്ന് വെക്കുവാനായും പോയി. നേരത്തെ തന്നെ കല്യാണി ചേച്ചിയെ കണ്ണൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു. ആരുമില്ലാത്ത തക്കം നോക്കി ആരും സംശയിക്കാതിരിക്കുവാനായിട്ട് ബാബു ഇരിക്കുന്ന സ്ഥലത്തെ ലൈറ്റും ഓഫ് ചെയ്തു. എന്നിട്ട് താൻ സെറ്റ് ചെയ്തു വെച്ചിരുന്ന ആ ഒരു കയറുണ്ടല്ലോ, അത് മുന്നിലേക്ക് കൊണ്ടുവന്ന് ബാബുവിന്റെ കഴുത്തിൽ കുരുക്കിട്ടു. എന്നിട്ട് പുറത്തു ചെന്നിട്ട് തന്റെ ഭാര്യയെ മെറിൻഡയ്ക്ക് സിഗ്നലും കൊടുത്തു. അപ്പോഴേക്കും മെറിൻഡ വന്നിട്ട് പുറത്തുണ്ടായിരുന്ന ആ കയറിന്റെ ഒരു ഭാഗമാണെങ്കിൽ ഇറുക്കി വലിക്കുന്നു. അപ്പോൾ ചിന്തിക്കും, 100 കിലോ വെയിറ്റുള്ള ഒരാളിനെ എങ്ങനെയാ മെറിൻഡ ഒറ്റയ്ക്ക് വലിച്ചതെന്ന്. ഒറ്റയ്ക്കല്ല അവൾ അത് ചെയ്തത്. അവൾ നേരെ ആ കയറ് കൊണ്ടുപോയിട്ട് അവിടെയുണ്ടായിരുന്ന ബാബുവിന്റെ വണ്ടിയുണ്ടല്ലോ, അതിൽ കെട്ടി. ഷാപ്പിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു വണ്ടി അതിൽ കെട്ടിവെച്ചിരുന്നു. ചെറിയൊരു ഇറക്കത്തായിരുന്നു വണ്ടി നിർത്തിയിട്ടിരുന്നതും. മാത്രമല്ല നേരത്തെ തന്നെ വണ്ടിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും കണ്ണൻ സെറ്റ് ചെയ്തിരുന്നു. വണ്ടി ന്യൂട്രൽ ആയതിനാൽ വണ്ടിയിലെ അടവച്ചിരുന്ന കല്ല് തട്ടി മാറ്റിയതും വണ്ടി മുന്നിലേക്ക് പോയി. അപ്പോൾ തന്നെ അവിടെ ഇരിക്കുകയായിരുന്ന ബാബുവിന്റെ കഴുത്തിൽ കുരുക്കുണ്ടല്ലോ, ബാബു മുകളിലേക്ക് ഉയർന്നു. ആരും അറിയുന്നില്ലായിരുന്നു. എന്നാൽ രണ്ടാമത് ഒരു കല്ല് സെറ്റ് ചെയ്ത് കണ്ണൻ വെച്ചിരുന്നു. ആ കല്ലിൽ വന്ന് തട്ടി വണ്ടി നിൽക്കും. അപ്പോഴേക്കും അവർ പ്ലാൻ ചെയ്തതുപോലെ ദേ അകത്തൊരു തൂങ്ങി മരണം കഴിഞ്ഞിരുന്നു. അകത്തുണ്ടായിരുന്ന എല്ലാവരും ബാബു തൂങ്ങി നിൽക്കുന്നത് കണ്ടല്ലോ. ഉടനെ തന്നെ കണ്ണനാണ് കയറി കയററുത്തതും. പുറത്തുണ്ടായിരുന്ന മെറിന്റെയാണെങ്കിൽ ബാക്കി കയറും വലിച്ചെടുത്ത് തന്റെ വീട്ടിലേക്ക് ആരും കാണാതെ ഓടിപ്പോയി. പോകുന്നതിന് മുൻപ് തന്നെ ജനലിൽ വെച്ചിരുന്ന ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, പുറത്തുള്ളത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്ലാസും എടുത്തുകൊണ്ടാണ് അവൾ പോകുന്നതും. അങ്ങനെ അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ സുനി കണ്ടുപിടിച്ചിരിക്കുന്നല്ലോ. സുനി പറയുന്നത്, എത്ര കൃത്യമായിട്ടാടാ നീ നിന്റെ ഭാര്യയും ചേർന്ന് എന്നെ പറ്റിച്ചത്. എന്റെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിട്ടല്ലേ സന്തോഷ് വലിച്ച സിഗരറ്റിന്റെ കുറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടത്. നീയും നിന്റെ പെണ്ണുപിള്ളയും ചേർന്ന് എന്നെ കുടുക്കാൻ നോക്കിയല്ലേടാ. എന്നോട് തന്നെ ഇത് വേണമായിരുന്നു. നിന്നെ ഞാൻ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അല്ലേടാ കണ്ടത്. പിന്നെ നീ നിന്നെ വണ്ടി തട്ടാൻ വന്നു എന്ന് പറഞ്ഞതും ഒരു കള്ളമായിരുന്നില്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഉടനെ തന്നെ കണ്ണനെ ചുറ്റിപ്പിടിക്കും. ചേട്ടാ എന്നോട് ക്ഷമിക്കണം ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റി പോയതാണെന്ന് കണ്ണൻ പറയുമ്പോൾ അതൊന്നും കേൾക്കുവാനായിട്ട് സുനി കൂട്ടാക്കുന്നില്ല. സുനി ഉടനെ തന്നെ കണ്ണനെ വട്ടം പിടിക്കും. രണ്ടുപേരും തറയിൽ വീണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ രണ്ടുപേരും പിടിപെടും. നോക്കുമ്പോൾ സുനിയുടെ വയറ്റിലാണെങ്കിൽ കത്തി കുത്തി കയറിയിരിക്കുന്നു. ആ കത്തി മറ്റൊന്നുമല്ല, കണ്ണന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സുനി കൊടുത്തൊരു കത്തിയുണ്ടല്ലോ, അത് തന്നെയായിരുന്നു കണ്ണനെടുത്ത് സുനിയെ കുത്തിയതും. സുനിയാണെങ്കിൽ വേദന കൊണ്ട് പുളയുകയാണ്. അയ്യോ ചേട്ടാ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ, എന്നോട് ക്ഷമിക്കണം ചേട്ടാ, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ ഉറക്കെ കരയും. വേണ്ടടാ, ഈ കത്തി കൊണ്ട് കയറിയിരിക്കുന്നത് എന്റെ കരളിനാ. ഞാൻ എത്രയും വേഗം ചത്തുപോകും. ഇനി കുറച്ചു സമയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വേദന എനിക്ക് വേദനിക്കുന്നില്ലടാ, എന്റെ മനസ്സിനാണ് എനിക്കിപ്പോൾ വേദന എടുക്കുന്നത്. കൂടെ നിൽക്കുന്നവർ ചതിക്കുമ്പോൾ ഉള്ള വേദനയുണ്ടല്ലോ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ലടാ. നിന്നെ ഞാൻ എന്റെ കൂടപ്പിറപ്പിനെ പോലെയല്ലാടാ കണ്ട് കൂടെ നിന്നത് എന്നൊക്കെ സുനി പറയുന്നു. അതെല്ലാം കേട്ട് കണ്ണനാണെങ്കിൽ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നതും. അതേസമയം സുനി വലിച്ചെറിഞ്ഞ സിഗരറ്റ് അവിടെ കിടന്ന് പുകഞ്ഞ് ഷാപ്പ് മൊത്തം തീ പിടിച്ചിരുന്നു. എന്നാൽ അതേസമയം സുനിക്കടുത്തിരുന്ന് കരയുകയാണല്ലോ കണ്ണൻ. എന്തിനാണ് ബാബുവിനെ കൊന്നത് എന്നുള്ള സത്യം സുനിയോട് തുറന്നു പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഒരിക്കൽ ഷാപ്പൊക്കെ അടച്ചിട്ട് വരികയായിരുന്നു കണ്ണൻ. അതേസമയമായിരുന്നു ജോയിയെ ബാബു കൊന്ന് കനാലിലിടുന്ന കാഴ്ച ഈ കണ്ണൻ കണ്ടതും. കണ്ണൻ കണ്ടു എന്ന കാര്യം ബാബുവിന് മനസ്സിലായല്ലോ. എന്നാൽ ഈ കണ്ണനാണെങ്കിൽ ആ കാര്യം ഒരിക്കൽ സുനിയോട് തുറന്നു പറയുവാനായും തീരുമാനിച്ചു. ഷാപ്പിനടുത്ത് വെച്ചാണ് സുനിയോട് സംസാരിക്കുവാനായിട്ടും വിളിച്ചുകൊണ്ടു പോകുന്നത്. എന്നാൽ ആ ഒരു കാഴ്ച ബാബു കണ്ടിരുന്നു. എല്ലാ ജോലിയും കഴിഞ്ഞ് കണ്ണനും ഭാര്യയും വീട്ടിലാണെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയം. അതേ സമയം നോക്കി ബാബു അവരുടെ വീട്ടിലേക്ക് വരും. അവിടെ വെച്ച് കണ്ണനെ പൊതിരി തല്ലും. നീ ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞാണ് തല്ലുന്നതും. അതേസമയം കണ്ണനെ തല്ലുന്നത് തടയുവാനായിട്ട് മെറിന്റെ അതിനിടയ്ക്ക് കയറി. ബാബു മെറിന്റെയുടെ അടിവയറ് നോക്കി ചവിട്ടി കൊടുക്കുന്നു. അവൾ ചവിട്ടുകൊണ്ട് തെറിച്ച് തറയിലേക്ക് വീഴും. ബാബു പോയി കഴിഞ്ഞതും മെറിന്റെയുടെ അവസ്ഥ വളരെ മോശമായി. കാരണം 10 വർഷമായി അവർ കാത്തിരുന്നിട്ടാണ് ഇപ്പോൾ മെറിന്റെ പ്രഗ്നന്റ് ആയത്. ആ കുഞ്ഞ് അലസിപ്പോയിരിക്കുന്നു. വേദന കൊണ്ട് പുളയുകയായിരുന്ന മെറിന്റെയെ കണ്ണനെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവർക്ക് ആ കുഞ്ഞിനെ നഷ്ടമായിരിക്കുന്നു.
എന്നാൽ ആ ഒരു ചവിട്ട് കൊണ്ടതിൽ പിന്നെ ഇനി ഒരിക്കലും മെറിൻഡയ്ക്ക് കുഞ്ഞ് ജനിക്കില്ല എന്നുള്ള കാര്യവും ഡോക്ടർ വിധി എഴുതുകയാണ്. ആ ഒരു വാക്കും അവർക്ക് താങ്ങാനായില്ല. എങ്ങനെയെങ്കിലും ബാബുവിനോട് പ്രതികാരം വീട്ടണമെന്ന വാശി അവർക്കുണ്ടായി. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ബാബുവിന് അറിയത്തില്ലല്ലോ. എങ്ങനെയോ ബാബു ഈ കാര്യങ്ങൾ അറിഞ്ഞു. കണ്ണനോട് പറയുന്നുണ്ട്, എടാ കണ്ണ, നിന്നോട് കാല് പിടിച്ച് മാപ്പ് പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നിനക്ക് പ്രതികാരം വീട്ടണമെങ്കിൽ നീ എന്നോട് പ്രതികാരം വീട്ടെന്നും ബാബു പറയുന്നു. എന്നാൽ ബാബുവിനോട് പ്രതികാരം വീട്ടുവാനുള്ള അത്രയും വലിയ ധൈര്യവും ശക്തിയൊന്നും കണ്ണനില്ലല്ലോ. ബാബുവിന് മുകളിലേക്ക് നല്ല പിടിപാടുള്ളതിനാൽ ബാബുവിനെ തൊടാൻ പോലും കണ്ണന് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ബാബുവിനെ കൊന്നുകളഞ്ഞതും. കണ്ണൻ സത്യമെല്ലാം തുറന്നു പറഞ്ഞപ്പോഴേക്കും സുനി മരണപ്പെട്ടിരുന്നു. ഉടനെ തന്നെ കണ്ണൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് വരും. അവിടെ മെറിൻഡ ഉണ്ടായിരുന്നല്ലോ. മെറിൻഡയോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. കണ്ണൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. കാരണം കണ്ണനെ സ്വന്തം സഹോദരനെ പോലെ കണ്ട ആളിനെയാണല്ലോ ഇപ്പോൾ കണ്ണൻ കൊന്നിരിക്കുന്നത്. മെറിൻഡയുടെ വീടിന് മുന്നിൽ ആക്രമിക്കുവാനായിട്ട് മാസ്കൊക്കെ ധരിച്ച് ഒരാൾ വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതെല്ലാം അവരുടെ പ്ലാൻ ആയിരുന്നു. എന്നിട്ട് അവരുടെ കഥകിന് വെട്ടിയെന്ന് പറഞ്ഞില്ലേ, അതും ഈ കണ്ണൻ തന്നെയാണ് വെട്ടിയത്. മാത്രവുമല്ല, സുനിയെ സംശയിക്കാൻ വേണ്ടിയിട്ട് സുനി ഉപയോഗിക്കുന്ന ആ ഒരു ഗുളികയുടെ കവറും അവിടെ കൊണ്ടുവന്നിട്ട് സുനിയിലേക്ക് അവരുടെ എല്ലാം സംശയം നീക്കുകയായിരുന്നു കണ്ണന്റെ ഉദ്ദേശവും. അതെല്ലാം അതുപോലെ തന്നെ നടന്നിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ ഒടുവിൽ പോലീസിന് സത്യം മനസ്സിലായിരിക്കുന്നു. പോലീസ് അവിടേക്ക് വരികയാണ്. അത് മനസ്സിലാക്കി മെറിൻഡയാണെങ്കിൽ ഈ കത്തിയെടുത്ത് എന്റെ കഴുത്തിൽ വെക്ക്, എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്ത്, പോലീസ് വരുമ്പോൾ അങ്ങനെ ചെയ്താൽ മതിയെന്നും പറയും. അപ്പോഴേക്കും സന്തോഷം കൂട്ടനും അവിടേക്ക് വന്നിരുന്നു. മെറിൻഡ പറഞ്ഞതുപോലെ തന്നെ അവളുടെ കഴുത്തിൽ കത്തിയുമായിട്ട് നിൽക്കുകയാണ് കണ്ണൻ. എന്നാൽ സന്തോഷ് പറയുന്നത്, കണ്ണ, കത്തി താഴെയിട്, ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും. പക്ഷെ അതൊന്നും കേൾക്കുവാനായിട്ട് കണ്ണൻ കൂട്ടാക്കിയില്ല. ഉടനെ തന്നെ സന്തോഷ് വെടിവെക്കുകയാണ്. കണ്ണന് വെച്ച വെടി കൊണ്ടത് മെറിൻഡയ്ക്കും. പണി പാളിയല്ലോ എന്ന് പറഞ്ഞാണ് മെറിൻഡ താഴേക്ക് വീഴുന്നതും. അടുത്ത ദിവസം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ഉറക്കമുണർന്ന മെറിൻഡയാണ്. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിനാൽ മെറിൻഡ രക്ഷപ്പെട്ടിരിക്കുന്നു. മെറിൻഡയെ കാണുവാനായിട്ട് നമ്മുടെ സന്തോഷം എത്തുകയാണ്. മെറിൻഡ, ഞാൻ നിന്നെ ഷൂട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും കണ്ണൻ നിന്നെ കൊന്നേനെ. സുനിയെ കൊന്നതും കണ്ണനാണെന്നാ തോന്നുന്നത്. നിന്റെ വീട്ടിൽ ആക്രമിക്കുവാനായിട്ട് ഒരാൾ വന്നില്ലേ, അതും ഈ കണ്ണൻ തന്നെയാ. പക്ഷെ ഈ ബാബുവിനെ കൊന്നത് കണ്ണനല്ലെന്നാ തോന്നുന്നത്. അതിനു പിന്നിൽ മറ്റാരോ ഉണ്ട്. പക്ഷേ പ്ലാൻ കണ്ണന്റേതാണ്, അത് നടത്തിയത് മറ്റൊരാളും. ഇതൊരു മാജിക് പോലെയാ. ആ മാജിക് എന്താണെന്ന് ഉറപ്പായി ഞാൻ കണ്ടെത്തുമെന്നും മെറിൻഡയോട് സന്തോഷ് പറയുന്നു. അത് കേട്ട് മെറിൻഡ പറയുന്നത്, ആ ശരി, കണ്ടുപിടിക്കേ എന്നൊരു പുച്ഛത്തോടു കൂടിയാണ് മെറിൻഡ പറയുന്നതും. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.